കോൺഗ്രസ് പോലൊരു പാർട്ടി ഇനി കേന്ദ്രത്തിലധികം അധികാരത്തിൽ വരില്ല എന്ന് പറയുമ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ പ്രീണനം. ചില സമയത്തൊക്കെ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവാറുണ്ടെന്നുള്ളതൊക്കെയാണ് ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇപ്പം ഞാനിപ്പം ഇവിടെ പങ്കുവെക്കുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ട് FCRA റിലേറ്റ് ചെയ്തിട്ട് കോൺഗ്രസിന്റെ നാഗാലാൻഡിലെ പേജ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. അപ്പം ഈ പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഭയങ്കര ഭീകരമായിട്ട് ബാധിക്കും എന്നുള്ള തരത്തിൽ ഇത്തിരി പേടിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ FCRA നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഫണ്ട് വരുന്നു, അത് ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കുന്നു എന്നുള്ള അറിയാനുള്ള സകല അവകാശം ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ ഈ നാട് സേഫ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിക്ക് അറിയാണ്ടിരിക്കത്തില്ല എന്നാണ് എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരാളൊരു കമന്റ് ചോദിച്ചു കേട്ടോ. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത് FCRA ആണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ആണ്, അല്ലാണ്ട് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് അല്ല. അപ്പൊ അതിന്റെ അടിയിൽ ഒരാൾ ഒരു കമന്റ്, ഭയങ്കര ഒരു കുറുക്ക് കൊള്ളുന്ന ഒരു കമന്റ് ചോദിച്ചു, വിച്ച് ഇസ് എന്താണ് നിങ്ങൾ ഈ കശ്മീരി പണ്ഡിറ്റ്സിന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺ കാണിക്കാണ്ടിരുന്നെന്നുള്ളതായിരുന്നു അയാളുടെ ചോദ്യം. അതിന് വളരെ ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ആ ഒരു പേജ് ഷെയർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് എന്താണ് അവർ പറഞ്ഞത്, നാഗാലാൻഡ് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൺസേൺ ഇതാണെന്നുള്ള രീതിക്കുള്ള ഒരു കമന്റ് ആണ് അവർ തിരിച്ചിട്ടിരിക്കുന്നത്. അതിനുശേഷം അത് എവിടേക്കൊക്കെ എസ്കലേറ്റ് ചെയ്ത് പോയി എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് മെച്യൂരിറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്ത മറുപടികൾ എന്ന് പറയുന്നത് ഇവരൊരു ഡിവൈഡ് ആൻഡ് റൂളിന് ഇരിക്കുന്ന ആൾക്കാരാണ്, ഇവർക്ക് നല്ല പ്രീണനമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലോട്ട് തന്നെ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെയൊക്കെ മുകളിലാണ് എന്തിനാണ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു നാഷണൽ പാർട്ടി ഒരു രാജ്യത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പാസ്സാക്കുന്ന ഒരു ബില്ലിന് എതിരെ നിൽക്കുന്നത് എന്ന് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെയൊക്കെ തന്നെയാണ് സീറ്റുകൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. അതല്ലാതെ അത് പോകുന്ന സമയത്ത് നമ്മൾ വോട്ട് ചോരി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.